नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। तो चलिए, पिछले क्लास में हम एक कहानी पढ़ रहे थे। कहानी का नाम क्या था? दोस्त की अजकन। तो हम उस कहानी पढ़ चुका था। तो एक और बार मैं उस कहानी पूरा മൊത്തത്തിൽ എന്ത് ചെയ്യും ഒന്ന് പറഞ്ഞ് അതിൻ്റെ മലയാള മീനിങ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഓരോ പാർട്ടായിട്ട് കാണുമ്പോൾ ചില ആൾക്കാർ ഏതെങ്കിലും ഒരു പാർട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്റ്റോറി കംപ്ലീറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാകും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, तो ടെക്സ്റ്റ് ബുക്ക് നിക്കാലിയെ പേജ് നമ്പർ 14 दोस्ती की अजकन. സുഹൃത്തിൻ്റെ കോട്ട്. एक बार मुल्ला नसरुद्दीन के पुराने दोस्त जमाल साहब उनसे मिलने आए. अपने पुराने दोस्त से मिलकर वे बड़े खुश हुए. ഒരു തവണ മുല്ല നസറുദ്ദീൻ്റെ ഒരു സുഹൃത്ത്, അതായത് പണ്ട് കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ജമാൽ സാഹബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പണ്ടത്തെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ വരികയുണ്ടായി. അപ്പോൾ പഴയ സുഹൃത്തിനെ കണ്ടപ്പോഴത്തേക്കും नसरुद्दीन हौजी के എന്ത് ചെയ്തു, വളരെയധികം സന്തോഷമായി. थोड़ी देर गपशप करने के बाद नसरुद्दीन ने कहा, चलो दोस्त मोहल्ले में घूम कर आते हैं. കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞു നിന്നപ്പോൾ നസറുദ്ദീൻ പറഞ്ഞു, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി സ്ട്രീറ്റിലൊക്കെ ഒന്ന് പോയിട്ട് വരാം, എല്ലായിടവും ഒന്ന് കറങ്ങി നിന്നെ ഞാൻ എല്ലായിടവും ഒന്ന് കാണിക്കാം, വാ നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ജമാൽ സാഹബ് ബോലെ, അരേ മിയ പെഹ്ലെ ജറാ കുച്ച് ठंडा तो पिलाइए फिर चलते हैं. അപ്പോൾ ജമാൽ സാഹബ് പറഞ്ഞു, അല്ലയോ സുഹൃത്തെ, ഞാൻ വന്നതല്ലേ ഉള്ളൂ, നീ എനിക്ക് എന്തെങ്കിലും തണുത്തത് കുടിക്കാൻ തരൂ, അതിനുശേഷം നമുക്ക് പുറത്തൊക്കെ പോകാം. നസറുദ്ദീൻ തുരന്ത് ജാക്കർ ഗുലാബ് കാ ഠണ്ഡ ശർബത്ത് ബനാക്കർ ലേ ആയേ. നസറുദ്ദീൻ ഇത് കേട്ട പാടെ വളരെയധികം ധൃതിപ്പെട്ട് പോയി ശർബത്ത് ഉണ്ടായിക്കൊണ്ട് വന്നു. സാത്ത് മേ ഖാനെ കേലി അങ്കൂർ കാ ഏക് ഗുച്ഛ ഭി ലായി. എന്നിട്ടോ കഴിക്കാൻ ഒരു മുന്തിരിക്കുല, മുന്തിരി ഫ്രൂട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മുന്തിരിക്കുല കൂടി അദ്ദേഹത്തിന് കഴിക്കാനായിട്ട് കൊണ്ടുവന്നു. ഇഹ് ദേഖ് കർ ജമാൽ സാഹബ് ഖുഷ് ഹോ ഗയേ. ഇത് കണ്ടപ്പോൾ ജമാൽ സാഹബ് വളരെയധികം സന്തുഷ്ടനായി. ശർബത്ത് കാ ഗിലാസ് ഹാത്ത് മേ പകടാത്തെ ഹുയേ സാരാ ശർബത്ത് ജമാൽ സാഹബ് കി അജക്കൻ പർ ഛലക് ഗയ. അപ്പോൾ ആ ശർബത്തിൻ്റെ ഗ്ലാസ് കയ്യിലേക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്തു, ഗ്ലാസ് കമിഴ്ന്ന് അദ്ദേഹത്തിൻ്റെ കോട്ടാകെ നനഞ്ഞു. വേ ആഗ് ബബൂല ഹോ ഗയേ ഔർ ബോലെ മേരി അജക്കൻ ഖരാബ് ഹോ ഗയി. അദ്ദേഹം വളരെയധികം ദേഷ്യത്തോടെ പറഞ്ഞു, എൻ്റെ കോട്ട് എന്ത് ചെയ്തു, ചീത്തയായി. അബ് ഇസെ പെഹൻകർ മേ ലോഗോ സെ നഹീ മിൽ സക്ത. ഇനി ഞാൻ ഈ കോട്ട് ധരിച്ചിട്ട് എങ്ങനെയാണ് ആൾക്കാരെ കാണുക, അതുകൊണ്ട് ഞാൻ ആൾക്കാരെ ഒന്നും കാണാൻ പുറത്തേക്ക് പോകാൻ വരുന്നില്ല. दूसरा पैराग्राफ. बस इतनी सी बात, इतने उल्लो कारियम. इतना कहकर नसरुद्दीन तुरंत उनके लिए अपनी एक भटकीली अजकन निकाल कर लाए और कहा. ഇത് കേട്ടപാടെ നസറുദ്ദീൻ ഹോജ അകത്തേക്ക് കയറുകയും അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഷൈനിങ് ആയിട്ടുള്ളൊരു എന്താ പറയുക, വളരെ പ്രെറ്റി ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കോട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇസേ പഹൻലോ, ഇത് നീ ധരിക്കൂ, ഇസ്മേ തും ഖൂബ് അച്ഛേ ലഗോഗെ. ഇത് ധരിക്കുമ്പോൾ നീ വളരെയധികം സുന്ദരനായി തന്നെ കാണും. സബ് ദേഖ്തേ രേ ജായേംഗെ, എല്ലാവരും നിന്നെ തന്നെ നോക്കി നിൽക്കും. ദോനോ ഘൂംനെ നികലെ, രണ്ടുപേരും കറങ്ങാനായിട്ട് പുറപ്പെട്ടു. നസറുദ്ദീൻ സബ്സെ പെഹ്ലെ ജമാൽ കോ അപ്പനെ പഡോസി നുസ്രത് മിയാ കെ ഘർ ലേക്കെ. നസറുദ്ദീൻ ആദ്യം തന്നെ തൻ്റെ സുഹൃത്ത്, അയൽക്കാരനായിട്ടുള്ള നുസ്രത് മിയായുടെ അടുത്ത് തൻ്റെ സുഹൃത്തിനെ കൊണ്ടുപോയി. വഹാ നസറുദ്ദീൻ ने ജമാൽ സാഹബ് का परिचय करवाते हुए कहा, ഏഹേ ജമാൽ സാഹബ്. അവിടെ ചെന്നിട്ട് നസറുദ്ദീൻ തൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ സുഹൃത്ത് ജമാൽ സാഹബ്, മേരെ ബച്ചുപൻ കെ ദോസ്ത്, എൻ്റെ കുട്ടിക്കാലത്തെ സുഹൃത്ത്. ആജ് കൈ സാലോ ബാദ് ഇൻസെ മുലാഖാത്ത് ഹുയി ഹെ. ഇന്ന് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കാണുകയാണ്. ഈ ബഹുത് ഭലേ ആദ്മി ഹെ, അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. ഓർ ബഹുത് അമീർ ഹെ, പിന്നെയോ വളരെ ധനികനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പർ ജോ അജക്കൻ നോനെ പെഹൻ രഖി ഹെ വഹു മേരി ഹെ. പക്ഷെ അദ്ദേഹം ഈ ധരിച്ചിരിക്കുന്ന കോട്ട് അത് എൻ്റേതാണ്. ദെൻ അഗ്ലാ പാരഗ്രാഫ്. ഏഹ് സുൻകർ ജമാൽ സാഹബ് പർ തോ ഖടോ പാനി പട് ഗയ. ഇത് കേട്ടപാടെ ജമാൽ സാഹബിന് എന്തായി, വളരെയധികം നാണക്കേടായി. ഓക്കെ, ഈ ഖടോ പാനി പട് ഗയ എന്ന് പറയുന്നത് ഒരു മുഹാവരയാണ്. അതുപോലെ ഇവിടെയുണ്ട് ആഗ് ബബൂല ഹോ ഗയേ. മുഹാവരെ മീൻസ് ഇഡിയംസ്, അതായത് നമ്മളൊരു പറച്ചിലാണ്. നമ്മൾ പഴഞ്ചൊല്ല് പറയില്ലേ, അതുപോലെ. ഓക്കെ, ഇഡിയംസ്, മുഹാവരെ. ഏതൊക്കെയാണ് മുഹാവരെ? ആഗ് ബബൂല ഹോ ഗയേ, ഖടോ പാനി പട് ഗയ ഓർ മുഹ് ബനാന. ഇത് മൂന്നുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ള ഇഡിയംസ്.
यह सुनकर जमाल साहब पर तो खड़ो पानी पड़ गया. ഇത് കേട്ടപാടെ അദ്ദേഹത്തിന് വളരെയധികം നാണക്കേട് തോന്നി. बाहर निकलते ही मुंह बनाकर उन्होंने नसरुद्दीन से कहा. പുറത്ത് ഇറങ്ങിയപ്പോഴേ അദ്ദേഹത്തിന്റെ മുഖം വല്ലാണ്ടായി. അദ്ദേഹത്തിന് വളരെയധികം ഗിൽറ്റി ഫീൽ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, തുമാരി കേസി അക്ല് ഹെ, നിനക്ക് ഇത്രമാത്രം ബുദ്ധിയില്ലാതെ പോയോ? ക്യാ യഹ് ബതാന ജറൂരി ഥാ കി യഹ് അജ്കൻ തുമാരി ഹെ, ഇത് അവിടെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഈ കോട്ട് നിന്റേതാണെന്ന്? तुम्हारा पड़ोसी सोच रहा होगा कि मेरे पास अपने कपड़े है ही नहीं. നിന്റെ അയൽക്കാരൻ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ വസ്ത്രം വാങ്ങാൻ പോലുള്ള കാശുണ്ടാവില്ല, എൻ്റെ കയ്യിൽ വേറെ വസ്ത്രങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. നസ്രുദ്ദീനെ മാഫി മാങ്തെ ഹുയെ കഹാ ഗൽത്തി ഹോഗി. നസ്രുദ്ദീൻ ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി. അബ് ഏസാ നഹി കഹൂങ്ക, ഇനി ഞാൻ ഇങ്ങനെയൊന്നും പറയുകയില്ല. അബ് വേ ദോനോ ഹുസൈൻ സാഹബ് കെ ഘർ ഗയെ. എന്നിട്ട് അവർ രണ്ടുപേരും മറ്റൊരു അയൽവാസിയായ ഹുസൈൻ സാഹബിൻ്റെ വീട്ടിൽ പോയി. ഹുസൈൻ സാഹബിനെ ഗരം ജോഷി സെ ഉൻകാ സ്വാഗത് കിയ. ഹുസൈൻ സാഹബ് വളരെയധികം ഉത്സാഹത്തോടെ അവരെ സ്വാഗതം ചെയ്തു. ഹുസൈൻ സാഹബ് ने ജമാൽ സാഹബ് के बारे में पूछा तो नसरुद्दीन ने कहा. ഹുസൈൻ സാഹബ് ജമാൽ സാഹബിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നസറുദ്ദീൻ പറഞ്ഞു, ഏഹേ ജമാൽ സാഹബ്, ഇതാണ് ജമാൽ സാഹബ്, മേരെ ബച്ചപ്പൻ കെ ദോസ്ത്, എൻ്റെ കുട്ടിക്കാലത്തെ സുഹൃത്ത്. ആജ് കൈ സാലോ ബാദ് ഇൻസെ മുലാഖാത്ത് ഹുയി. ഇന്ന് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കാണുകയാണ്. ഈ ബഹുത് ഭലേ ആദ്മി ഹെ, വളരെ നല്ല മനുഷ്യനാണ്. ഔർ അമീർ ഭി ഹെ, പിന്നെയോ ധനികനും കൂടി. പർ ജോ അജ്കൻ നോനെ പെഹനി ഹെ, പക്ഷേ അദ്ദേഹം ഈ ധരിച്ചിരിക്കുന്ന കോട്ട് വഹ് ഇൻകി അപ്പനി ഹി ഹെ, അത് അദ്ദേഹത്തിൻ്റേത് തന്നെയാണ്. ജമാൽ സാഹബ് ഫിർ നാരാസ് ഹോഗെ. ജമാൽ സാഹബ് ഇത് കേട്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? വളരെയധികം ദേഷ്യപ്പെട്ടു. ബാഹർ ആക്കർ ബോലെ, പുറത്തു വന്നിട്ട് പറഞ്ഞു, ഛൂട്ട് ബോൾനേക്ക് ക്യാ ജറൂരത് ഹി, കള്ളം പറയേണ്ട ആവശ്യകതയുണ്ടായിരുന്നോ? നസ്രുദ്ദീനെ കഹ, തുമ്നെ ജേസ ചാഹ മെനെ വൈസാ ഹി തോ കഹ. നസ്രുദ്ദീൻ പറഞ്ഞു, നീ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ദെൻ അഗല പേജ് നമ്പർ 16. ജമാൽ സാഹബിനെ സമझाते हुए കഹ. ജമാൽ സാഹബ് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. ആരെയാണ്? നസ്രുദ്ദീൻ ഹോജയെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, നസ്രുദ്ദീൻ തും അജിക്കൻ കി ബാത് കിയേ ബിനാ ഭി തും മേരാ പരിചയ ദേ സക്തേ ഹോ. നീ ഈ അജിക്കൻ്റെ കോട്ടിൻ്റെ കാര്യം പറയാതെ തന്നെ നിനക്ക് നിൻ്റെ അയൽവാസികളെ എന്നെ പരിചയപ്പെടുത്തി കൂടെ? ഉസ്കെ ബാരേമേ തും കുച്ച് ന കഹോ തോ അച്ഛാ ഹെ. കോട്ടിനെ കുറിച്ച് നീ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. നസ്രുദ്ദീനെ കഹ അച്ഛാ ടീക്ക് ഹെ. നസ്രുദ്ദീൻ പറഞ്ഞു, ഓക്കെ ശരി. ജമാൽ സാഹബ് കോ ലേക്കർ നസ്രുദ്ദീൻ ആകെ ബഠി. അത് കഴിഞ്ഞ് ജമാൽ സാഹബിനെയും കൊണ്ട് നസ്രുദ്ദീൻ വീണ്ടും നടന്നു മുന്നോട്ട്. തഭി ഏക് അന്യ പഡോസി അബ്ദുൾ നവാബ് മിൽ ഗയ്. അപ്പോൾ മറ്റൊരു അയൽക്കാരനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ നവാബ് എന്നാണ്. ഉൻസെ ജമാൽ സാഹബ് കാ പരിചയ കരാത്തെ ഹുയെ നസ്രുദ്ദീനെ കഹ. അപ്പോൾ ഈ അബ്ദുൾ നവാബിനോട് നമ്മുടെ ജമാൽ സാഹബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നസ്രുദ്ദീൻ പറഞ്ഞു, യേ ഹേ ജമാൽ സാഹബ്, ഇതാണ് ജമാൽ സാഹബ്, മേരെ ബച്ചപ്പൻ കെ ദോസ്ത്, എൻ്റെ കുട്ടിക്കാലത്തെ സുഹൃത്ത്. ആജ് കൈ സാലോ ബാദ് ഇൻസെ മുലാഖാത്ത് ഹുയി ഹെ. ഇന്ന് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കാണുകയാണ്. ഏ ബഹുത് ഭലേ ആദ്മി ഹെ, ഇദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. ഓർ ബഹുത് അമീർ ഹെ, പിന്നീടോ അദ്ദേഹം വളരെ ധനികനാണ്, റിച്ചാണ്. पर जो अजकन ने पहनी है उसके बारे में मैं चुप ही रहूँ तो अच्छा है. പക്ഷെ അദ്ദേഹം ഈ ധരിച്ചിരിക്കുന്ന ആ കോട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഈ സുൻകർ ജമാൽ സാഹബ് ഗുസ്സേ സേ ലാൽ പീലെ ഹോ ഗയേ. ഇത് കേട്ടപ്പോൾ നമ്മുടെ ജമാൽ സാഹബിന് എന്ത് ചെയ്തു? ബഹുത് അധികം ഗുസ്സായ, വളരെയധികം ദേഷ്യം വന്നു. ദാ ഇവിടെയും ഒരു മുഹാവരയുണ്ട്. എന്താണ്? ഗുസ്സേ സേ ലാൽ പീലേ ഹോഗേ. ഗുസ്സേ സേ ലാൽ പീലേ ഹോഗേ, അതായത് ദേഷ്യം കൊണ്ട് കണ്ണ് ചുമന്നു എന്ന് പറയാം. ഓക്കെ, ബഹുത് അധികം ഗുസ്സാ ഹോന, വളരെയധികം ദേഷ്യപ്പെടുക എന്നാണ് എൻ്റെ അർത്ഥം. അവർ അജിക്കൻ ഉദാർത്തെ ഹുയെ പോലെ, എന്നിട്ട് എന്ത് ചെയ്തു? ദേഷ്യം വന്നിട്ട് അദ്ദേഹം കോട്ട് ഊരിയം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നസ്രുദ്ദീൻ തും സെ ബഡാ മൂർഖ് മേനെ ആജ് തക് നഹി ദേഖ. നസ്രുദ്ദീൻ, നിന്നെ പോലൊരു മണ്ടനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഏഹ് ലോ അപ്പം ആ ചിക്കൻ അവർ മുച്ച മാഫ് കറോ. ഇന്നാ നിൻ്റെ കോട്ട്, എന്നിട്ട് എന്നോട് നീ ക്ഷമിക്കും. കാരണം നിൻ്റെ ഈ മണ്ടത്തരം കാരണം ഞാൻ നിൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും മുന്നിൽ എന്ത് ചെയ്തു? നാണം കെട്ടു അല്ലേ? നീ എന്തിനാണ് ഈ കോട്ടിൻ്റെ കാര്യം എല്ലാവരോടും പറയാൻ പോയത്? ഇല്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ല, ഈ കോട്ടിൻ്റെ കാര്യം മിണ്ടാതിരുന്നാൽ കുഴപ്പമില്ല. പക്ഷെ നീ എല്ലാവരോടും ചെന്നിട്ട് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു, ഞാൻ വളരെ നല്ല മനുഷ്യനാണ്, സമ്പന്നനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഈ കോട്ട് എൻ്റേതാണ്, ഈ കോട്ട് എൻ്റേതാണ്. അത് ശരിയാണോ? അപ്പം ഞാൻ വളരെയധികം
നാണം കിട്ടില്ല എല്ലാവരുടെ അടുത്ത് അല്ലേ, എല്ലാവരുടെയും മുന്നിൽ. അപ്പോൾ ഇത് നമ്മുടെ നസറുദ്ദീൻ ഹോജയുടെ ഒരു സ്റ്റോറിയാണ്. ഒരുപാട് കഥകളുണ്ട് നസറുദ്ദീൻ ഹോജയ അദ്ദേഹത്തെക്കുറിച്ച്. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ സ്റ്റോറി നമ്മൾ പണ്ട് ബാലരമ ബാലഭൂമിയിലൊക്കെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ രസകരമായിട്ടുള്ളൊരു കഥയായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ എനിക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട് ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്യും. അതല്ല വിളിക്കാം. तो बाकी हम अगले क्लास में बढ़ेंगे. धन्यवाद.